നമസ്കാരം. പ്രധാന വാർത്തകൾ. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ നടപടികൾക്ക് പാലക്കാട് ജില്ലയിലും തുടക്കം. BLOമാർ വീടുകളിലെത്തി വിവരശേഖരണം തുടങ്ങി. ജില്ലാതല ഉദ്ഘാടനം കളക്ടർ ദേശീയ അവാർഡ് ജേതാവായ നഞ്ചിയമ്മയ്ക്ക് എന്യൂമറേഷൻ ഫോം നൽകി നിർവഹിച്ചു. മണ്ണാർക്കാട് കുമരമ്പത്തൂർ നെച്ചുള്ളി സ്കൂളിന്റെ കവാടം ഉദ്ഘാടനത്തിനിടെ പ്രതിഷേധം. പൂർത്തിയാക്കാതെയാണ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തതെന്നാരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി. പ്രതിഷേധത്തിനിടെ ഉദ്ഘാടനം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം. പെരിന്തൽമണ്ണയിൽ സിന്തറ്റിക് ലഹരിവേട്ട. 416 ഗ്രാം MDMAയുമായി കായികാധ്യാപകൻ അറസ്റ്റിൽ. കൂട്ടിലങ്ങാടി സ്വദേശി മുജീബ് റഹ്മാനാണ് പോലീസ് പിടിയിലായത്. 52 ഗ്രാം ഹെറോയിനുമായി അസം സ്വദേശി പെരിന്തൽമണ്ണ എക്സൈസിന്റെ പിടിയിൽ. ഒറ്റപ്പാലം ടൗൺ നവീകരണത്തിന് തുടക്കം. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. 2 കോടി രൂപ ചിലവിലാണ് ടൗൺ പുതുമോടിയാക്കുന്നത്. സാങ്കേതിക കുരുക്കഴിഞ്ഞു. ചെർപ്പുളശ്ശേരിയിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാൻ RTAയുടെ അനുമതി. ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷമാണ് ബസ് സ്റ്റാൻഡിന് അനുമതി ലഭിച്ചത്. പെരിന്തൽമണ്ണ ഉപജില്ലാ കലോത്സവം ആനമങ്ങാട് തുടരുന്നു. നജീബ് കാന്തപുരം MLA കലോത്സവം ഉദ്ഘാടനം ചെയ്തു. വേദികൾ കലാസാന്ദ്രം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് പാലക്കാട് ജില്ലയിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ദേശീയ അവാർഡ് ജേതാവായ നഞ്ചിയമ്മയുടെ വീട്ടിലെത്തി എന്യൂമറേഷൻ ഫോം നൽകി നിർവഹിച്ചു. എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച ശേഷം നഞ്ചിയമ്മ BLOയ്ക്ക് കൈമാറി. പകർപ്പ് നഞ്ചിയമ്മയ്ക്ക് കൈമാറുകയും ചെയ്തു. ഇതോടെ നഞ്ചിയമ്മ ജില്ലയിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ ജില്ലയിൽ നിന്നുള്ള ആദ്യ പങ്കാളിയായി. ചലച്ചിത്ര പുരസ്കാര ജേതാവ് ബീന R ചന്ദ്രനിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ഡെപ്യൂട്ടി കളക്ടർ MS ആൽഫ തൃത്താല മണ്ഡലം തല തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ വിവരശേഖരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബീന R ചന്ദ്രന്റെ വീട്ടിലെത്തിയായിരുന്നു വിവരശേഖരണം നടത്തിയത്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് വിവരം തേടി BLOമാർ വീടുകളിലെത്തിയുള്ള വിവരശേഖരണം തുടങ്ങി. നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയാണ് വിവരശേഖരണം. 2025 ഒക്ടോബർ 7 പട്ടികയിലുള്ള എല്ലാ വോട്ടർമാർക്കും BLO 2 എന്യൂമറേഷൻ ഫോം നൽകും. 1 പൂരിപ്പിച്ച് നൽകണം, 1 സൂക്ഷിച്ചു വയ്ക്കണം. വിവരശേഖരണത്തിന്റെ തൃത്താല മണ്ഡലം തല ഉദ്ഘാടനം ചലച്ചിത്ര പുരസ്കാര ജേതാവും അധ്യാപികയുമായ ബീന R ചന്ദ്രന് ഫോറം നൽകി ഡെപ്യൂട്ടി കളക്ടർ SS ആൽഫ നിർവഹിച്ചു. ബീന R ചന്ദ്രന്റെ വീട്ടിലെത്തിയായിരുന്നു വിവരശേഖരണം നടത്തിയത്. എല്ലാവരും ഈ യജ്ഞത്തിൽ പങ്കാളികളാവണമെന്ന് ഡെപ്യൂട്ടി കളക്ടർ SS ആൽഫ ഓർമ്മപ്പെടുത്തി. വോട്ടർ പട്ടികയുടെ പുതുക്കലുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട ബീന ടീച്ചർക്ക് എന്യൂമറേഷൻ ഫോം നൽകിക്കൊണ്ട് തൃത്താല മണ്ഡലത്തിലെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ആരംഭിക്കുകയാണ്. എല്ലാ ജനങ്ങളും 2025 റോളിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും എന്യൂമറേഷൻ ഫോം ഇന്നു മുതൽ BLOമാർ നിങ്ങളുടെ വീട്ടിലെത്തി തന്നെ തരുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് തിരിച്ച് BLOയ്ക്ക് നൽകേണ്ടതാണ് എന്നുള്ളത് ERO തൃത്താല മണ്ഡലത്തിലെ ERO എന്ന രീതിയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിൽ എല്ലാവരുടെയും സഹകരണമുണ്ടാകണമെന്ന് ഫോറം പൂരിപ്പിച്ച് നൽകിയ ബീന R ചന്ദ്രനും സൂചിപ്പിച്ചു. അപ്പോൾ ഈ പ്രാവശ്യത്തെ വോട്ടർ പട്ടികയിൽ ഞാൻ ഉൾപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തുകയാണ്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു പ്രവർത്തനത്തിനോട് ചേർന്ന് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചടങ്ങിൽ തഹസിൽദാർ TP കിഷോർ, ഭൂരേഖ തഹസിൽദാർ സെയ്ദ് മുഹമ്മദ്, BLO, മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഫോറം പൂരിപ്പിക്കുന്നതിനും ഓൺലൈനായി അപ്ലോഡ് ചെയ്യുന്നതിനും BLOയുടെ സഹായം ലഭിക്കും. ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക പുറത്തിറങ്ങും. ഡിസംബർ 9 മുതൽ ജനുവരി 8 വരെ ആക്ഷേപങ്ങളും പരാതികളും നൽകാം. ഫെബ്രുവരി 7 അന്തിമ വോട്ടർ പട്ടിക പുറത്തിറങ്ങുക. പെരിന്തൽമണ്ണയിൽ സിന്തറ്റിക് ലഹരിവേട്ട. കായിക അധ്യാപകനെ പോലീസ് പിടികൂടി. വിൽപ്പനയ്ക്കായി എത്തിച്ച 416 ഗ്രാം MDMAയുമായി മലപ്പുറം കൂട്ടിലങ്ങാടി കടുങ്ങോത്ത് സ്വദേശി ചേലോടൻ മുജീബ് റഹ്മാനെ ഡാൻസാഫ് SI ഷിജോസി തങ്കച്ചനും സംഘവും അറസ്റ്റ് ചെയ്തു. വിൽപ്പനക്കായി സൂക്ഷിച്ച MDMAയുമായി മലപ്പുറം കൂട്ടിലങ്ങാടി കടുങ്ങോത്ത് സ്വദേശി ചോലോടൻ മുജീബ് റഹ്മാനെയാണ് ഡാൻസാഫ് SI ഷിജോസി തങ്കച്ചനും സംഘവും അറസ്റ്റ് ചെയ്തത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങാടിപ്പുറം പുത്തനങ്ങാടി MES മെഡിക്കൽ കോളേജിന് സമീപമുള്ള ലോഡ്ജിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരിമരുന്നുമായി പ്രതിയെ പിടികൂടിയത്. നാർക്കോട്ടിക് സെൽ DYSP NOCB പെരിന്തൽമണ്ണ DYSP M പ്രേംജിത്ത്, ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസാഫ് SI ഷിജോസി തങ്കച്ചൻ, ഡാൻസാഫ് സ്ക്വാഡ് എന്നിവരടങ്ങുന്ന സംഘം ഇത്തരം ലഹരിക്കടത്തു സംഘങ്ങളെക്കുറിച്ച് കേന്ദ്രീകരിച്ച് ലഹരിക്കടത്തു സംഘങ്ങളിലെ ചില കണ്ണികളെക്കുറിച്ച് അന്വേഷിച്ചു വരികയായിരുന്നു.
തുടർന്നാണ് പ്രതിയെ പിടികൂടിയത്. ജില്ലയിലെ ലഹരിക്കടത്തു സംഘത്തിലെ മുഖ്യ കണ്ണിയും ഇടനിലക്കാരനുമാണ് മുജീബ് റഹ്മാൻ എന്ന് ചോദ്യം ചെയ്തതിൽ ലഭിച്ച സൂചനകളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. വീര്യം കൂടിയതും ക്രിസ്റ്റൽ രൂപത്തിലുമുള്ള ഇത്തരം സിന്തറ്റിക് ലഹരി മരുന്ന് ചില വിപണിയിൽ 20 ലക്ഷത്തോളം രൂപ വിലയുണ്ട്. ജില്ലയിൽ തന്നെയുള്ള ഏജന്റുമാർ മുഖേന പ്രത്യേക കരിയർമാർ വഴിയാണ് ഇത്തരം സിന്തറ്റിക് ലഹരി കടത്ത്. ജില്ലയിലെ പല ഭാഗങ്ങളിലേക്കും കളിപ്പാട്ടങ്ങളിലും മറ്റും ഒളിപ്പിച്ച് ഇവ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഹൈവേ പരിസരങ്ങളിലുള്ള പ്രത്യേക സ്പോട്ടുകളാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ലഹരിക്കടത്തു സംഘത്തിലെ മറ്റു കണ്ണികളെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. കായിക അധ്യാപകൻ കൂടിയായ പ്രതി ജില്ലയിലും പുറത്തുമുള്ള പല സ്കൂളുകളിലും അധ്യാപകനായി മുമ്പ് ജോലി ചെയ്തിട്ടുണ്ട്. 1 വർഷം മുമ്പാണ് അമിത സാമ്പത്തിക ലാഭം ലക്ഷ്യം വെച്ച് ലഹരിക്കടത്ത് തുടങ്ങിയതെന്നും പറയുന്നു. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും അന്വേഷണം നടത്തുന്നതിനുമായി കസ്റ്റഡിയിൽ വാങ്ങുമെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എം പ്രേംജിത്ത്, ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ എന്നിവർ അറിയിച്ചു. 52 ഗ്രാം ഹെറോയിനുമായി അന്യസംസ്ഥാന തൊഴിലാളിയെ പെരിന്തൽമണ്ണ എക്സൈസ് സംഘം പിടികൂടി. ആസാം സ്വദേശി 28 വയസ്സുള്ള മുസഹിദുൽ ഇസ്ലാമിനെയാണ് പെരിന്തൽമണ്ണ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി ഹരിദാസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഹെറോയിൻ വിൽപ്പന നടത്തുന്നതിനായി നിൽക്കുമ്പോഴാണ് അസം സ്വദേശി മുസഹിദുൽ ഇസ്ലാമിനെ പെരിന്തൽമണ്ണ എക്സൈസ് സംഘം പിടികൂടിയത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കരിങ്കലത്താണിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഇയാൾ സഞ്ചിയിൽ സൂക്ഷിച്ചിരുന്ന 52 ഗ്രാം ഹെറോയിൻ എക്സൈസ് സംഘം കണ്ടെടുത്തു. യുവാക്കളെയും വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ച് കരിങ്കലത്താണി, താളിക്കോട്, പെരിന്തൽമണ്ണ ഭാഗങ്ങളിലാണ് പ്രതി ഹെറോയിൻ വിൽപ്പന നടത്തിയിരുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കേന്ദ്രങ്ങളിലും വിൽപ്പന നടത്താറുണ്ടെന്ന് പ്രതി എക്സൈസ് ഉദ്യോഗസ്ഥരോട് സമ്മതിച്ചു. ഹെറോയിൻ്റെ ഉറവിടത്തെക്കുറിച്ച് പെരിന്തൽമണ്ണ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി അനൂപ് അന്വേഷണം നടത്തി വരികയാണ്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി ഹരിദാസിൻ്റെ നേതൃത്വത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. പ്രിവൻറ്റീവ് ഓഫീസർ ഗ്രേഡ് സായിറാം, സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിപുൺ, ശരത്ത്, സിന്ധു എന്നിവരുമുണ്ടായിരുന്നു സംഘത്തിൽ. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. മണ്ണാർക്കാട് കുമരമ്പത്തൂർ നെച്ചുള്ളി സ്കൂളിന്റെ കവാടം ഉദ്ഘാടനത്തിനിടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. പൂർത്തിയാക്കാത്ത പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യരുതെന്ന ആവശ്യവുമായാണ് നാട്ടുകാർ രംഗത്ത് എത്തിയത്. പ്രതിഷേധത്തിനിടെ പഞ്ചായത്ത് അംഗം ഉദ്ഘാടനം നടത്തി. തിങ്കളാഴ്ചകൾ വെച്ചു, കഴിഞ്ഞ ബുധനാഴ്ചകൾ വെച്ചു. ഇതൊക്കെ മാറ്റിവെച്ചെന്തിനാണ്? മാറ്റിവെച്ചെന്തിനാണ്? അതിന് മറുപടി പറയാം. ഈ മാറ്റിവെച്ചെന്തിനാണ്? ഫിനിഷിംഗ് ഒന്നും പറയണ്ട. ഫിനിഷിംഗ് ഒന്നും പറയണ്ട. വർക്ക് കഴിയ അതല്ലേ ഫിനിഷിംഗ്. അല്ലെങ്കിൽ അല്ലാതെ പറയും. ഞാൻ അതിലൊക്കെ ഒപ്പിട്ടാണ്. സ്കൂളിൻ്റെ കവാടവും ചുറ്റുമതിലും നിർമ്മിക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. എന്നാൽ പദ്ധതിയിൽ പറയുന്ന പ്രവൃത്തികൾ പൂർത്തിയാക്കാതെ ഉദ്ഘാടനം നടത്താനുള്ള ശ്രമത്തിന് എതിരെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത്. പ്രവൃത്തികൾ പൂർത്തിയാക്കാതെ ഉദ്ഘാടനം നടത്തരുതെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന HMC യോഗത്തിൽ തീരുമാനിച്ചത്. ഇതിന് വിരുദ്ധമായാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് HMC എക്സിക്യൂട്ടീവ് അംഗമായ അലവി പൊൻപാറ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കോൽക്കളത്തിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് തുടങ്ങിയവരാണ് ഉദ്ഘാടനത്തിനെത്തിയത്. അലവിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധം രേഖപ്പെടുത്തി. നേരത്തെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ച് നടത്തിയ പ്രവൃത്തികളൊക്കെ പണി പൂർത്തിയാക്കാതെ ഉദ്ഘാടനം നടത്തിയതിനാലാണ് ഇത്തവണ പണി പൂർത്തിയായതിനു ശേഷം മതി ഉദ്ഘാടനമെന്ന് നിർബന്ധം പിടിക്കുന്നതെന്നും അലവി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് പല ഫണ്ടും ജില്ലാ പഞ്ചായത്തിൻ്റെ ആണെന്ന് വന്ന് പറയുന്നത് തരുന്നുണ്ട്. പക്ഷെ ഒന്നും പൂർത്തീകരിച്ചിട്ടില്ല. അത് പൂർത്തീകരിക്കാത്ത അന്വേഷിക്കുമ്പോൾ അതിന് പല സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് മെമ്പറും എക്സിക്യൂട്ടീവ് ഓഫീസറും കോൺട്രാക്റ്റുകാരനും എല്ലാം വഴിമാറി പോവുകയാണ്. ഇതൊരു തീരുമാനത്തിലെത്തുന്നില്ല അവർ. അത് നമുക്ക് ശരിയാക്കാം, അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കട്ടെ. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് തരുന്ന മറുപടി. അത് കാരണം കൊണ്ട് ഇപ്പോൾ പുതിയ ഫണ്ട് വന്നത് 2025 ഏപ്രിൽ മാസത്തിന് പൊളിച്ചതാണ് ഈ മതിലും ഗേറ്റും. 11-ാം മാസമാണ് ഈ മാസം 11-ാം മാസം വന്നപ്പോൾ ഇതിനെ അപ്രത്യാഹിതമായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, കഴിഞ്ഞ ബുധനാഴ്ച ഇത് ഉദ്ഘാടനം ചെയ്യണം. അപ്പോൾ അത് വർക്ക് കഴിഞ്ഞോ കഴിഞ്ഞില്ലേ എന്നൊന്നുമില്ല, ഉദ്ഘാടനം കഴിക്കണം എന്ന് പറഞ്ഞു. ഉദ്ഘാടനം കഴിക്കണമെങ്കിൽ ഇതെങ്കിലും ഈ വർക്കെങ്കിലും ഒരു പൂർത്തീകരണത്തിൽ വന്നിട്ട് മതി പിന്നെ ഇത് ഉദ്ഘാടനം ചെയ്യുക എന്നാണ് ഞാനും അഭിപ്രായപ്പെട്ടു. എന്നോട് അഭിപ്രായപ്പെടാം നാട്ടുകാർ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കമ്മിറ്റിയിലും അവതരിപ്പിച്ചു. കമ്മിറ്റി 2 ദിവസം മാറ്റി, വർക്ക് ചെയ്യാത്തോട്ടെ. കഴിഞ്ഞ 24-ാം തീയതി ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞു വന്നു. അന്ന് മാറ്റി വെച്ചു. ഉദ്ഘാടനം വർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെയും വെച്ചു, വർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് മാറ്റി. എന്നിട്ടാണ് ഇന്നക്കലേക്ക് വെച്ചത്. ഇന്നക്കലേക്ക് വെച്ചപ്പോഴും ഇന്ന് ഞാൻ
കഴിഞ്ഞ 31-ാം തീയതി വെള്ളിയാഴ്ച കമ്മിറ്റി കൂടുമ്പോൾ ഞങ്ങൾ എടുത്ത തീരുമാനം മിനിറ്റ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ വർക്കും ഫിനിഷ് ആയതിനു ശേഷം മാത്രം ഉദ്ഘാടനം ചെയ്യാൻ പാടുള്ളൂ. എന്നെ കൂടാതെ എക്സിക്യൂട്ടീവ് മെമ്പർമാരിൽ 5 ആള്, HM, സ്റ്റാഫ് മാഷന്മാർ എല്ലാം കൂടിയ കമ്മിറ്റിയാണ് ആ തീരുമാനം എടുത്തിട്ടുള്ളത്. അതിന് വ്യതിചലമായിട്ട് ഇന്നലെ വൈകുന്നേരം പറഞ്ഞു ഇന്ന് ഉദ്ഘാടനമാണ് എന്ന് ബോർഡ് വെച്ചിട്ടില്ല. ബോർഡ് പിന്നീട് വെക്കാന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു അതിന് ഞാൻ അംഗീകരിക്കില്ല. ഞാനെന്നല്ല നാട്ടുകാരും അംഗീകരിക്കില്ല. അതിൽ പ്രതിഷേധിക്കും. ഉദ്ഘാടനം ചിലപ്പോൾ നിങ്ങൾ കഴിക്കുമായിരിക്കും, പ്രതിഷേധിക്കും ഞങ്ങൾ. അതാണ് ഞങ്ങളുടെ പ്രതിഷേധം. പ്രതിഷേധത്തിനിടെ ചുറ്റുമതിലിന്റെയും കവാടത്തിന്റെയും ഉദ്ഘാടനവും ഓപ്പൺ സ്റ്റേജിന്റെ നിർമ്മാണോദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കൊൽക്കളത്തിൽ നിർവഹിച്ചു. നമ്മുടെ വിദ്യാലയങ്ങൾ പടിപടിയായി പുരോഗതിയിലേക്ക് പോകുമ്പോൾ അതാര് നടത്തിയാലും ഏത് ഗവൺമെന്റ് ആണെങ്കിലും ഏത് മെമ്പറാണെങ്കിലും അതെല്ലാം നമ്മുടെ നാടിന്റെ സ്വന്തം. നാളേക്ക് വേണ്ടിയുള്ള കരുതലാണ്, നാളേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പൊ അത്തരം വികസന കാര്യങ്ങൾ ഓരോന്നോരോന്നും പൂർത്തീകരിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ വികസനങ്ങളിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ സ്വാഭാവികമായി നമുക്കതിൽ വലിയ അഭിമാനവും സന്തോഷവും. അത്തരത്തിൽ നമ്മുടെ വിദ്യാലയത്തിന്റെ ചുറ്റുമതിൽ നമ്മൾ പൂർത്തീകരിച്ചു. നമ്മൾ വെച്ച എമ്മൂന്നിലുള്ള പ്രവൃത്തി പൂർത്തീകരിച്ചു. ഇനിയും പരിപൂർണമാകാം. ഇനി കുറച്ചുകൂടെ ഫണ്ട് ആവശ്യമുണ്ട്. എങ്കിലും നമ്മളത് വകയിരുത്തിയിട്ടുണ്ടായിരുന്ന ഫണ്ടിനുള്ള പുതിയ കവാടവും നമ്മുടെ വിദ്യാലയത്തിന്റെ മുൻഭാഗത്തുള്ള മതിലും പുതുതായി നമ്മൾ നിർമ്മിച്ചു. നമ്മുടെ നല്ല കിഫ്ബിയുടെ 1 കോടിയുടെ ബിൽഡിംഗ് നമുക്ക് വന്നു. എല്ലാ സൗകര്യമായി നമ്മുടെ വിദ്യാലയത്തിന് കുറെ സൗകര്യങ്ങൾ ഒരുക്കി. പക്ഷെ അവിടെ കുന്നിലൂടെ ഇങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ നമ്മുടെ വിദ്യാലയത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ പഴയ മതിലും അല്ലെ, ആ ഒരു ഇടിഞ്ഞു പൊടിഞ്ഞ മതിലും കുറെ മാറാതെ പിടിച്ച് വൈകിട്ട് പോയി ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതാണോ നമ്മുടെ വിദ്യാലയം എന്ന് നമ്മൾ ചിന്തിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ മേരി സന്തോഷ്, ഖാദർ കുത്തനിയിൽ, PTA പ്രസിഡന്റ് മുഹമ്മദ് ഷെരീഫ്, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ, SMC ചെയർമാൻ AT ഹംസ, മുൻ PTA പ്രസിഡന്റുമാരായ പൊൻപാറ കോയക്കുട്ടി, വൈശ്യൻ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം ടൗൺ നവീകരണത്തിന്റെ ഉദ്ഘാടനം നടന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ബജറ്റിൽ 2 കോടി രൂപ വകയിരുത്തിയാണ് ടൗൺ നവീകരണം നടത്തുന്നത്. റോഡിൽ അരികുചാൽ നിർമ്മാണം, നടപ്പാത നിർമ്മാണം, ഇന്റർലോക്ക്, ടൈൽ വിരിച്ച് വീതി കൂട്ടൽ, ഹാർഡ് റെയിൽ സ്ഥാപിക്കൽ, റോഡ് സുരക്ഷയ്ക്കായുള്ള ക്രമീകരണങ്ങൾ സ്ഥാപിക്കൽ എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടൗൺ നവീകരണത്തിന്റെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. പാലക്കാട് പൊന്നാനി റോഡിലെ കിഴക്കേത്തൊട്ട് പാലം മുതൽ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് വരെയാണ് നവീകരണ പ്രവർത്തികൾ നടക്കുന്നത്. അരുകുചാൽ നിർമ്മാണം, ഇന്റർലോക്ക്, ടൈൽ വിരിച്ച് വീതി കൂട്ടൽ, കാൽനട യാത്രക്കാർക്ക് വേണ്ടി നടപ്പാതയും ഹാൻഡ് റെയിലും എന്നിങ്ങനെ ഒറ്റപ്പാലം ടൗണിന്റെ മുഖച്ഛായ മാറ്റുന്ന നവീകരണ പ്രവൃത്തിയാണ് നടപ്പിലാക്കുന്നത്. ഈ പ്രവൃത്തി നടപ്പിലാക്കുവാൻ മുൻകൈയെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ, അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പശ്ചാത്തല വികസന മേഖലയുടെ ഹബ്ബായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വൻ കുതിച്ചുചാട്ടമാണ് കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ കേരളത്തിൽ സാധ്യമായത്. മികച്ച റോഡുകളും പാലങ്ങളും മേൽപ്പാലങ്ങളും കെട്ടിടങ്ങളും ഈ നാട് നേരിട്ട് അനുഭവിച്ച വികാസമാണ്. K പ്രേംകുമാർ MLA അധ്യക്ഷനായി. അസിസ്റ്റന്റ് എഞ്ചിനീയർ MG ജ്യോതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, നഗരസഭാ കൗൺസിലർമാരായ ഫാത്തിമത്ത് സുഹറ, TK രഞ്ജിത്ത്, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ A രാജേഷ്, CPM ലോക്കൽ സെക്രട്ടറി MIA റസാഖ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ T സുനിൽ, PV ബഷീർ, K ബാബു, മൊയ്തീൻകുട്ടി, KP ശോഭന, തോമസ് ജേക്കബ്, T ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. ചെർപ്പുളശ്ശേരിയിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ ഇനി ബസ്സുകൾ കയറും. ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നതിന് RTIയുടെ അനുമതി ലഭിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷമാണ് ബസ് സ്റ്റാൻഡിന് RTIയുടെ അനുമതി ലഭിക്കുന്നത്. തുടർ നടപടികൾക്ക് ട്രാഫിക് കമ്മിറ്റി യോഗം വിളിച്ച ശേഷമായിരിക്കും തീരുമാനം ഉണ്ടാവുക. ചെർപ്പുളശ്ശേരി നഗരസഭ 1 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച പുത്തനാൽക്കാവ് പരിസരത്തെ പുതിയ ബസ് സ്റ്റാൻഡിനാണ് RTIയുടെ അനുമതി ലഭിച്ചത്.
നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷമായിട്ടും സാങ്കേതിക തടസ്സങ്ങൾ മൂലം ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചിരുന്നില്ല. ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയിലെ വീതിക്കുറവ് ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് RTA ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ പ്രവേശിക്കുന്നതിനുള്ള അനുമതി നിഷേധിച്ചിരുന്നത്. തുടർന്ന് ബസ് സ്റ്റാൻഡിന് മുൻവശത്തെ കിണർ മണ്ണിട്ട് നികത്തുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തികൾ പൂർത്തീകരിച്ച ശേഷമാണ് ഇപ്പോൾ ബസ് സ്റ്റാൻഡിന് പ്രവർത്തനാനുമതി ലഭിച്ചിരിക്കുന്നത്. നഗരസഭാ എഞ്ചിനീയറുടെ റോഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെയും പൊതുമരാമത്ത്, പോലീസ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, നഗരസഭ എന്നീ വിഭാഗങ്ങളുടെ റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് പ്രവേശനാനുമതി നൽകിയത്. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി, ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ, തൃശൂർ സെൻട്രൽ സോൺ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ MP ജെയിംസ് എന്നിവരടങ്ങിയ RTAയുടെ നടപടിക്രമത്തിലൂടെയാണ് അനുമതി ആയത്. ഇതോടെ നഗര നവീകരണം പൂർത്തിയായ ചെർപ്പശ്ശേരി നഗരത്തിന് പുതിയ ബസ് സ്റ്റാൻഡും ഒരു മുതൽക്കൂട്ടാകും. പഴയ ബസ് സ്റ്റാൻഡിന്റെ നവീകരണ പ്രവൃത്തികളും ഉടൻ ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. തിരുവേഗപ്പുറ പാലത്തിന്റെ തകർച്ച മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധ സായാഹ്നം നടത്തി. പാലം അറ്റകുറ്റപ്പണിയിൽ അഴിമതി ആരോപിച്ചായിരുന്നു പ്രതിഷേധം. തിരുവേഗപ്പുറ പാലം തകർച്ചയ്ക്ക് കാരണമായ അശാസ്ത്രീയമായ അറ്റകുറ്റപ്പണിയും അഴിമതിയും അന്വേഷിക്കുക, പുതിയ പാലം ഉടൻ നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് തിരുവേഗപ്പുറ പഞ്ചായത്ത് കമ്മിറ്റിയാണ് പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചത്. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ വിളയൂർ ഉദ്ഘാടനം നിർവഹിച്ചു. 1 മാസക്കാലം, 1.5 മാസക്കാലം, 2 മാസക്കാലം ഒക്കെ അടച്ചിട്ടുകൊണ്ട് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള സംവിധാനങ്ങളാണ് അധികാരികൾ സ്വീകരിച്ചു വരാറുള്ളത്. ഏറ്റവും അവസാനം ഏകദേശം 1 വർഷങ്ങൾക്ക് മുമ്പ് ഈ പാലം മെയിന്റനൻസ് വർക്കിന് വേണ്ടി അടച്ചിടുകയാണ് എന്ന് ഇവർ പറഞ്ഞു. എന്ന് മാത്രമല്ല, അന്ന് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി നമ്മുടെയൊക്കെ നികുതി പണത്തിൽ നിന്ന്, ഖജനാവിൽ നിന്ന് 1 കോടിയോളം രൂപയാണ് ഇതിന്റെ മെയിന്റനൻസ് വർക്കുകൾക്ക് വേണ്ടി ചെലവഴിച്ചത്. പ്രിയപ്പെട്ടവരെ, 1 കോടി രൂപ എന്ന് പറയുന്നത് ഒരു ചെറിയ തുകയാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? 1 കോടി രൂപ ചെലവഴിച്ചിട്ട് ഒരു പാലം അറ്റകുറ്റപ്പണി നടത്തിയിട്ട് 1 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ പാലം വീണ്ടും അടച്ചിടപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ MLAക്ക് ഒരു സ്വഭാവമുണ്ട്. അദ്ദേഹം താൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നാട്ടിലുള്ള എല്ലാവരും അറിയണം എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള കൈക്രിയകളാണ് ചെയ്യാറുള്ളത്. യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് VPM ഇസാൻ അധ്യക്ഷനായി. MSF സംസ്ഥാന കമ്മിറ്റി അംഗം PKM ഷഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി. V ഹുസൈൻകുട്ടി മാസ്റ്റർ, T ഹനീഫ, TK ഷബീർ, KT ഷഹീർ, മുസ്തഫ ഞാവൽക്കാട്, CKM സുഹൈൽ, P ഷുഹൈബ്, നിഷാദ് മേലേതിൽ, PT ജുറൈജ് എന്നിവർ സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വേദികൾ ഉണർന്നു. നജീബ് കാന്തപുരം MLA കലോത്സവം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഗായക സംഘം അവതരിപ്പിച്ച സ്വാഗതഗാന ആലാപനത്തോടെയാണ് വേദികൾ ഉണർന്നത്. ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വേദികൾ ഉണർന്നു. സ്കൂളിലെ പൂർവാധ്യാപിക ജയകുമാരി മുണ്ടേക്കാട് രചനയും സംഗീത സംവിധാനവും നിർവഹിച്ച് സ്കൂൾ ഗായക സംഘം ആലപിച്ച സ്വാഗത ഗാനത്തോടെയാണ് ഉദ്ഘാടന ദിവസം വേദികൾ ഉണർന്നത്. ജയകുമാരിയും മകൾ മഞ്ജരിയും ഗായക സംഘത്തോടൊപ്പം പാടിയാണ് സ്വാഗതഗാനം അവതരിപ്പിച്ചത്.
നജീബ് കാന്തപുരം MLA കലോത്സവം ഉദ്ഘാടനം ചെയ്തു. കലാ സാംസ്കാരിക രംഗത്ത് പ്രതിഭാശാലികളെ സൃഷ്ടിക്കുന്നത് മലയാളികളുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. കേരള സ്കൂൾ കലോത്സവങ്ങൾക്ക് കലാപ്രതിഭകളെ സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്കുണ്ടെന്നും MLA പറഞ്ഞു. സാഹിത്യരംഗത്തും കലാരംഗത്തും പ്രതിഭാശാലികളെ സൃഷ്ടിച്ചുകൊണ്ട് നമ്മളുണ്ടാക്കുന്ന മൂല്യവത്തായ ഒരു യാത്രയുണ്ട്. അത് മലയാളിയുടെ ഏറ്റവും വലിയ പാരമ്പര്യത്തിൻ്റെ കൂടി ഭാഗമാണ്. കലാരംഗത്ത് ഒട്ടേറെ പ്രതിഭകളെ സമ്മാനിക്കാൻ സാധിച്ചിട്ടുള്ള, സിനിമാ രംഗത്തേക്കും നാടകരംഗത്തേക്കും ഒക്കെ വളരെ മികച്ച അഭിനേതാക്കളെ സമ്മാനിക്കാൻ സാധിച്ചിട്ടുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മേള കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നലെ സംസ്ഥാന സിനിമ അവാർഡ് പ്രഖ്യാപിക്കുകയുണ്ടായി. സിനിമ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ഉച്ചാരക്കടവിലുള്ള ഒരു പെൺകുട്ടിയാണ് കേരളത്തിൻ്റെ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന സന്തോഷം കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഷംല കാസിം എന്ന നടിയാണ്. ഇന്നലെ ഞാൻ അവരുടെ വീട് സന്ദർശിച്ചിരുന്നു, അവരെ കാണുകയുണ്ടായി. തീർച്ചയായിട്ടും കലോത്സവങ്ങളിലൂടെയും കലാമേളകളിലൂടെയും രംഗത്ത് വരുന്ന കുട്ടികൾക്കിടയിൽ നിന്ന് അങ്ങനെ പ്രതിഭാശാലികളായ നർത്തകിമാരെയും നടിമാരെയും കലാകാരികളെയും കലാകാരന്മാരെയും ഒക്കെ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു നാടാണ് കേരളം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷീജ മോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗിരിജ ബാലകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗം C ബാലസുബ്രഹ്മണ്യൻ, പെരിന്തൽമണ്ണ BPC സന്തോഷ് കുമാർ, സംഘാടക സമിതി ജനറൽ കൺവീനർ വീണ ചന്ദ്രൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KT കുഞ്ഞുമൊയ്തു, SMC ചെയർമാൻ സക്കീർ ഹുസൈൻ, പ്രധാനാധ്യാപിക PS ബിന്ദു, HM ഫോറം കൺവീനർ K അബ്ദുൾ അസീസ്, V അജയൻ, അധ്യാപക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ ഗോൾഡൻ ജൂബിലിയുടെയും ഉപജില്ലാ കലോത്സവത്തിൻ്റെയും സോൾമേറ്റ് എന്ന പേരിൽ പുറത്തിറക്കിയ കലോത്സവ സ്മരണിക നജീബ് കാന്തപുരം MLA പ്രകാശനം ചെയ്തു. എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ CP ബിജു സ്മരണികയുടെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. കലോത്സവ ലോഗോ രൂപകൽപ്പന ചെയ്ത ചിത്രകലാ അധ്യാപകൻ സജി ചെറുകര, സ്വാഗതഗാനം അവതരിപ്പിച്ച വിജയകുമാരി മുണ്ടേക്കാട്ട്, 2013 മുതൽ 2025 വരെ സ്കൂളിൽ നടന്ന 3 ഉപജില്ലാ മേളകളുടെയും സംഘാടകനും ഗോൾഡൻ ജൂബിലി പ്രോഗ്രാം കൺവീനറുമായ MP കൃഷ്ണകുമാർ, 2 ഘട്ടങ്ങളിലായി 6 വർഷം PTA പ്രസിഡന്റാവുകയും സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത സെയ്ദ് ആലിക്കൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം 5 പ്രധാന വേദികൾ ഉൾപ്പെടെ 13 വേദികളിലായി മത്സരങ്ങൾ പുരോഗമിച്ചു. मरहबा मरहबा सुल्तानुल आरिफीन राहतुल आशिकीन मरहबा कबीरुर रिफाई या बदल औलियाई അറബിക് കലാമേള, സംസ്കൃതോത്സവം, ഉറുദു സാഹിത്യോത്സവം എന്നീ മേളകളും കലോത്സവത്തിന്റെ ഭാഗമായി നടന്നുവരികയാണ്. 73 വിദ്യാലയങ്ങളിൽ നിന്നായി 3500-ലേറെ വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്.
കലോത്സവം വ്യാഴാഴ്ച സമാപിക്കും. ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് എത്തിയവർക്ക് അധ്യാപക സംഘടനയായ KSTUവിന്റെ നേതൃത്വത്തിലാണ് വിഭവ സമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയത്. 2 ദിവസങ്ങളിൽ 5000-ലേറെ പേരാണ് ഭക്ഷണം കഴിച്ചത്. 4ാം ദിവസം കലോത്സവം അവസാനിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചവരുടെ കണക്ക് 12000 കടക്കും. KSTU സംഘടനയുടെ കീഴിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഇവിടെ ഇന്നലെ ചിക്കനും നെയ്ച്ചോറും ഒക്കെ ആയിരുന്നു. ഇന്ന് ഇപ്പോൾ വിഭവസമൃദ്ധമായ സദ്യയൊക്കെയാണ്. ചോറുണ്ട്, പച്ചടിയുണ്ട്, കൂട്ടുകറിയുണ്ട്, അച്ചാറുണ്ട്, നെയ്പായസമുണ്ട്. അങ്ങനെ കുറെ വിഭവസമൃദ്ധമായിട്ടാണ് നടക്കുന്നത്. ഞങ്ങൾ NSSന്റെ കുട്ടികളാണ്. അപ്പോൾ ഞങ്ങൾ 4 ദിവസം ഉണ്ട് ഇവിടെ പരിപാടി അടിപൊളിയാക്കാൻ. KSTU എന്ന അധ്യാപക സംഘടനയാണ് ഇത് ഏറ്റെടുത്തത്. ഞങ്ങൾ ഇവരെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ ദാറുലുലും DUTTIയിലെ ടീച്ചർ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്ത ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ആനമങ്ങാട് ഗവൺമെന്റ് സ്കൂളിൽ നടന്ന കലോത്സവത്തിന് ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് KSTU ആയിരുന്നു. ഇന്നലെ നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു. ഇന്ന് വിപുല സമൃദ്ധമായ 7 ഐറ്റം കൂടിയ സദ്യയായിരുന്നു. പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിനെത്തിയ മത്സരാർത്ഥികൾ, അധ്യാപകർ, വിധികർത്താക്കൾ, സംഘാടകർ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് ഓരോ ദിവസവും വ്യത്യസ്തമായ വിഭവങ്ങളൊരുക്കിയാണ് ഭക്ഷണം തയ്യാറാക്കിയത്. ആദ്യ ദിവസം ഭക്ഷണം കഴിക്കാനെത്തിയ മുഴുവൻ പേരെയും നെയ്ച്ചോറും കോഴിക്കറിയും വിളമ്പി സൽക്കരിച്ചു. 2ാം ദിവസം ചോറ്, മോരുകറി, മസാലക്കറി, പൈനാപ്പിൾ പച്ചടി, രസം, അച്ചാർ, കൂടെ നെയ്പായസവും ഉൾപ്പെടുത്തി വിഭവങ്ങൾ വ്യത്യസ്തമാക്കി. 3ാം ദിവസം ചോറിൻ്റെ കൂടെ സാമ്പാർ, മോര്, അച്ചാർ, തോരൻ, വെജ് ഫിഷ് കറി എന്നിവയും ഗോതമ്പ് പായസവുമാണ് വിഭവങ്ങൾ. 4ാം ദിവസം 7 വിഭവങ്ങളുമായാണ് ഭക്ഷണം. ചോറിൻ്റെ കൂടെ പുളിങ്കറിയും രസവും അച്ചാറും അവിയലും മെഴുക്കുപുരട്ടിയും പാലട പ്രഥമനും 4ാം ദിവസത്തെ വിഭവങ്ങളാണ്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ CP ഹംസക്കുട്ടി ചെയർമാനും അധ്യാപകരായ അബ്ദുൾ നാസർ കൺവീനറും ജോയിന്റ് കൺവീനർമാരായ PT സക്കീർ ഹുസൈൻ, KK ജാഫർ, CH മുനീർ എന്നിവരുടെ നേതൃത്വത്തിൽ അധ്യാപക സംഘടനയായ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയനുമാണ് ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകുന്നത്. ടീച്ചർമാരും എല്ലാവരും ഇതിലെ കൈനീ മറന്നുകൊണ്ട് ഇവിടെ പ്രവർത്തന സജ്ജമായിരിക്കുകയാണ്. അതുപോലെ തന്നെ തൂത ദാറുൽ ഉലൂമയും യത്തീംഖാന സ്കൂളിലെ TTC കുട്ടികളും അതേപോലെ തന്നെ ഈ വിദ്യാലയത്തിലെ NSSന്റെ വോളണ്ടിയേഴ്സും ഞങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ട് KSTUവിന്റെ അധ്യാപകരും എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഭക്ഷണം വിളമ്പാൻ തയ്യാറായി വന്നിട്ടുണ്ട്. 8ഓളം വിഭവങ്ങളോട് കൂടിയുള്ള സദ്യ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സഹായിക്കാൻ വേണ്ടി DUTTIയിലെ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ KSTUവിന്റെ സജീവ പ്രവർത്തകരും ഈ സ്കൂളിലെ NSS വോളണ്ടിയേഴ്സും അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ കൺവീനർമാരും എല്ലാ സഹകരണവും എല്ലാവരുടെയും പക്കത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾ, NSS വോളണ്ടിയർമാർ, അധ്യാപകർ, തൂത ദാറുൽ ഉലൂം TTC ട്രെയിനിങ് സെന്ററിലെ വിദ്യാർത്ഥികൾ, യുവാക്കൾ തുടങ്ങിയവർ ഭക്ഷണ വിതരണത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. തൃത്താല കൂടല്ലൂർ ശ്രീ ഇവന്റ് മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ 7 അംഗ സംഘമാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. ആദ്യ ദിവസം 2000 പേർക്കും 2ാമത്തെ ദിവസം 3000 പേർക്കും ഭക്ഷണം തയ്യാറാക്കി. 7 തരം കൂട്ടാനോടുകൂടി വളരെ വിഭവസമൃദ്ധമായ സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ ഏത് സമയത്തും ഇവിടെ വന്നാൽ നമുക്ക് ചുക്കുവെള്ളം കിട്ടും. അതുപോലെ ചായ, പലഹാരങ്ങൾ എല്ലാം അവർ ഒത്തൊരുമിച്ച് വളരെ നന്നായി കൈകാര്യം ചെയ്ത് കോർഡിനേഷൻ ചെയ്ത് വളരെ നല്ല നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് എന്ത് അഭിനന്ദനങ്ങൾ കൊടുത്താലും മതിയാവില്ല. 3ാം ദിവസം 3500 പേർക്കും 4ാം ദിവസം 3000 പേർക്കും ഭക്ഷണം തയ്യാറാക്കും. 4 ദിവസത്തെ കൂടി കണക്കാക്കിയാൽ ഭക്ഷണം കഴിച്ചവരുടെ എണ്ണം 12000 കടക്കും. CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ നവീകരിച്ച ഓഫീസിന്റെയും വർഗ ബഹുജന സംഘടനകൾക്കായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം വ്യാഴാഴ്ച വൈകിട്ട് 5-ന് നടക്കും. ജനറൽ സെക്രട്ടറി MA ബേബി AKG മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 7500 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായാണ് കെട്ടിടം നവീകരിച്ചിരിക്കുന്നത്. 1,24 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. വ്യാഴാഴ്ച വൈകിട്ട് 5-ന് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് റെഡ് വോളണ്ടിയർ മാർച്ച്, ബഹുജന പ്രകടനം, പൊതുസമ്മേളനം, കലാപരിപാടികൾ എന്നിവ നടക്കും. നവീകരണം പൂർത്തിയാക്കിയ CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ ഓഫീസിന്റെയും വർഗ ബഹുജന സംഘടനകൾക്കായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം ജനറൽ സെക്രട്ടറി MA ബേബി നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ S അജയ് കുമാർ അറിയിച്ചു. പണി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റന്നാൾ ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ബേബി സഖാവ് അഖിലേന്ത്യാ സെക്രട്ടറി ആയതിനു ശേഷം ഒറ്റപ്പാലത്തെ ഒരു പൊതുപരിപാടിയിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ
അതിൻ്റെ പരിപാടി ഒരു വലിയ വിജയമാക്കാൻ, അതുപോലെ ഓഫീസ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന പരിപാടി ഒരു പമ്പിച്ച ജനപങ്കാളിത്തത്തോടുകൂടി തന്നെ ആവണമെന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മുൻ ഓഫീസിനേക്കാൾ മികച്ച സൗകര്യങ്ങൾ തന്നെ പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് കൺവീനർ എസ് കൃഷ്ണദാസ് പറഞ്ഞു. ഇതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായിട്ടുള്ളത് ഇന്നത്തെ ഓഫീസ് ഉപകാരപ്രദമല്ലാത്തൊരവസ്ഥയിലേക്ക് ഞങ്ങളുടെ പ്രസ്ഥാനം മാറും. അതിൻ്റെ ഭാഗമായി തന്നെ എല്ലാ ബ്രാഞ്ച് സെക്രട്ടറിമാരെയും ലോക്കൽ കമ്മിറ്റി മെമ്പർമാരെയും വിളിച്ച് യോഗം ചേരാൻ കഴിയാവുന്ന ഒരു ഹാൾ, അതോടൊപ്പം തന്നെ വർഗ ബഹുജന സംഘടനകൾക്കൊക്കെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാവുന്ന ഓഫീസുകൾ, ഇതെല്ലാം ലക്ഷ്യമാക്കിയ 7500 വരുന്ന സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു കെട്ടിടമാണ് ഇപ്പോൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഞങ്ങളൊരു 30 വർഷക്കാലത്തേക്ക് പുതിയൊരു കെട്ടിടം ഉണ്ടാക്കാൻ ആവശ്യം വരാത്ത രൂപത്തിൽ ഭാവനാപൂർവ്വമാണ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കാൻ മാത്രമുള്ള കെട്ടിടമാണ് ഇവിടെ നിന്ന് പറയാൻ വേണ്ടി കഴിയുന്നത്. കാരണം ഒരു പാർട്ടിയുടെ മുഴുവൻ അനുഭാവികളെ വിളിച്ച് യോഗം ചെയ്യാനൊക്കെ പറഞ്ഞു ഇപ്പോഴത്തെ ഹാൾ കൊണ്ട് കഴിയില്ല. അത് പുറത്തന്നെ കണ്ടുവരും. ഇപ്പോൾ തന്നെ ഞങ്ങളൊരു 150-ലധികം 200-ലധികം വരുന്ന ആളുകളെ വെച്ച് യോഗം ചേർന്നാൽ പുറത്ത് 1000കണക്കിന് രൂപ കൊടുത്തിട്ടാണ് ആൾ വാടകയ്ക്ക് എടുക്കാറ്. ഒരു 300 വരെ വരുന്ന ആളുകൾ സഖാക്കളെ വെച്ചിട്ട് ഞങ്ങൾക്ക് യോഗം ചേരാൻ അവിടെ കഴിയും. ഒറ്റപ്പാലത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ യു രാജഗോപാൽ, കെ സുരേഷ് എന്നിവരും പങ്കെടുത്തു. വെള്ളിനേഴി പഞ്ചായത്തിൽ കുളക്കാട് സർവോദയ സംഘത്തിന്റെ സ്ഥലത്ത് നിർമ്മിച്ച ഗ്രാമശ്രീ നെയ്ത്ത് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പി മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 60 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നെയ്ത്ത് കേന്ദ്രം നിർമ്മിച്ചത്. വനിതകൾക്ക് തൊഴിലും എല്ലാ പഞ്ചായത്തുകളിലും ഒരു ഖാദി കേന്ദ്രവും എന്ന ലക്ഷ്യവുമായാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കിയത്. ഇതോടുകൂടി ബ്ലോക്ക് പഞ്ചായത്തിലെ 6 പഞ്ചായത്തുകളിലും ഖാദി കേന്ദ്രമായി. വെള്ളിനേഴി പഞ്ചായത്തിൽ കുളക്കാട് സർവോദയ സംഘത്തിന്റെ സ്ഥലത്ത് നിർമ്മിച്ച ഗ്രാമശ്രീ നെയ്ത്ത് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പി മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. വനിതാ സുഹൃത്തുക്കൾക്കൊരു തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഏർപ്പാട് സംവിധാനം കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ പദ്ധതി ആവിഷ്കരിച്ചു. അതിൻ്റെ കാര്യമൊക്കെ ഇവിടെ ഇവർ പറഞ്ഞു. സ്വന്തം കാലിൽ നിൽക്കാൻ ആവശ്യമായ ഒരു ശാസ്ത്രയത്വം, അതിന് സഹായകരമായ ഒരു വരുമാനം ഉണ്ടാകുന്നതിനൊരു തൊഴിൽ. മനസ്സിലായില്ലേ? തൊഴിൽ തയ്യാറുണ്ട്, തൊഴിൽ ചെയ്യാൻ തയ്യാറാണെങ്കിലും പക്ഷേ തൊഴിൽ പ്രയോഗിക്കണ്ടേ? ഞാൻ അധ്വാനിക്കാൻ തയ്യാറാണ്, പക്ഷെ എൻ്റെ അധ്വാനം പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള സംവിധാനം വേറെ ഉണ്ടാകുമ്പോഴാണല്ലോ അധ്വാനം നമുക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടി കഴിയും. അപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അടയാളമായ കുടുംബശ്രീ സംവിധാനം തന്നെ ഇന്ന് ആ മേഖലയിൽ ലോകത്തിനും രാജ്യത്തിനൊക്കെ മാതൃകയായിട്ട് ഇങ്ങനെ കയറി പോവുകയാണ്. അപ്പോൾ ആ നിലയിൽ തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അതിൻ്റെ വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിന് കുറെ കൂടി സഹായകരമായ വിധത്തിൽ ഇവിടെയുള്ള സർവോദയ സംഘത്തെ പ്രയോജനപ്പെടുത്തി, അതുപോലെ തന്നെ അവരുടെ കൈവശമുള്ള ഭൂമി ഉപയോഗപ്പെടുത്തി ആവശ്യമായ ഒരു തൊഴിൽ കേന്ദ്രം നമുക്ക് പടുത്തുയർത്തണം തീരുമാനിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സൈതാലി, ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം പരമേശ്വരൻ, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷരായ പി സുബ്രഹ്മണ്യൻ, വി കെ രാധിക, സുമിത, മറ്റ് അംഗങ്ങൾ, സർവോദയ സംഘം സെക്രട്ടറി ടി ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ തൊഴിൽ മേള സംഘടിപ്പിച്ചു. കെ പ്രേംകുമാർ MLA മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സർക്കാർ ജോലിയിലുള്ള ജോലി ചെയ്യുന്നവരും അതുപോലെ തന്നെ അവിടെ വരുന്ന ഒഴിവുകളുടെ എണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയൊരു ശതമാനം പേർ സ്വാഭാവികമായി പുറത്തു നിൽക്കേണ്ടതായിട്ട് വരും. അത്തരമൊരു സന്ദർഭത്തിൽ ഗവൺമെന്റ് ചെയ്യുന്നത് എങ്ങനെ സ്വകാര്യ മേഖലയിലും സർക്കാരിന് തന്നെ മുൻപെങ്കിലും ഇടപെടലിന്റെ ഭാഗമായി നമുക്ക് ജോലി ലഭ്യമാക്കി കൊടുക്കാൻ സാധിക്കില്ല. സ്ഥിരം തൊഴിലുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്കറിയാം, രാജ്യത്ത് ഏറ്റവും കൂടുതൽ PSC നിയമനം നടക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ ആകെ നടക്കുന്ന PSC നിയമനത്തിന്റെ
51% നമ്മുടെ കേരളത്തിലാണ്. അതിനർത്ഥം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമായി സംസ്ഥാന PSCകൾ 100 പേരെയാണ് നിയമിക്കുന്നതെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷയായി. 25ഓളം കമ്പനി പ്രതിനിധികളും 200ഓളം ഉദ്യോഗാർത്ഥികളും തൊഴിൽമേളയിൽ പങ്കെടുത്തു. വിജ്ഞാന കേരളം ജില്ലാ കോർഡിനേറ്റർ ഗോപാലകൃഷ്ണൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M. സൈതാലി, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമിത, BPO ഷാനിർ എന്നിവർ സംസാരിച്ചു. പെൻഷൻകാരോടുള്ള വഞ്ചന സർക്കാർ അവസാനിപ്പിക്കണമെന്ന് KSSPA കോട്ടോപ്പാടം മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. KSSPA നിയോജക മണ്ഡലം പ്രസിഡന്റ് K. വേണുഗോപാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സർവീസ് പെൻഷൻകാരെ അവഗണിക്കുന്ന നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിച്ചിട്ടില്ല. കുടിശ്ശിക ഇതുവരെ തന്നിട്ടില്ലെന്നും KSSPA സമ്മേളനത്തിലൂടെ ആരോപിച്ചു. കോട്ടോപ്പാടത്ത് നടന്ന സമ്മേളനം KSSPA നിയോജക മണ്ഡലം പ്രസിഡന്റ് K. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ 10 മണ്ഡലം കമ്മിറ്റികളാണ് നമുക്കുള്ളത്. ഈ 10 മണ്ഡലം കമ്മിറ്റിയിൽ ഇന്ന് 10ാമത്തെ മണ്ഡലമായ കോട്ടോപ്പാടത്താണ് അവസാനമായിട്ട് നമ്മുടെ സമ്മേളനം നടക്കുന്നത്. ഓരോ സമ്മേളനങ്ങൾ നടക്കുമ്പോഴും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടുകൊണ്ട് നമ്മുടെ പങ്കാളിത്തം കൊണ്ടും സംഘാടന മികവ് കൊണ്ടും ഗംഭീരമാക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മളെ ട്രഷറിയുടെ മുന്നിൽ പെട്ടെന്ന് ധർണ നടത്തേണ്ട ഘട്ടമുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഇപ്പോൾ പെട്ടെന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരെ DA പ്രഖ്യാപിക്കുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം 13% DA അവിടെ തരാൻ ബാക്കിയുള്ളപ്പോൾ 4% DA പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ കേരളത്തോടുകൂടിയാണ് നമ്മുടെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. KSSPയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ശമ്പള പരിഷ്കരണം നടപ്പാക്കാനും ബാക്കി 13% DA എവിടെയാണെന്ന് ചോദിക്കാനും വേണ്ടി സംസ്ഥാന വ്യാപകമായി നമ്മൾ ധർണ നടത്തുകയുണ്ടായി. ഇതുപോലെയുള്ള പല ധർണകളും നടത്തിയതിന്റെ ഫലമായിട്ടാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ള DAകളും പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടുള്ളത്. KSSPA മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ കഴിഞ്ഞ വർഷം 404 മെമ്പർമാരായിരുന്നെങ്കിൽ ഈ വർഷം അത് 76ഓളം പുതിയ മെമ്പർമാരെ ചേർത്തുകൊണ്ട് 478ഓളം മെമ്പർമാരായി നമ്മൾ സംഘടന വളർന്നിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ മെമ്പർമാരെ ചേർത്ത നിയോജക മണ്ഡലം മണ്ണാർക്കാടെന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അട്ടപ്പാടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനം മികവുറ്റതായി നടത്തുന്നുണ്ട്. അട്ടപ്പാടിയിൽ 2-3 വർഷം മുമ്പ് ഒരു ചെറിയ ധർണ നടത്തണമെങ്കിൽ അവിടെ 1-ാം തീയതി പോയി അവിടെ പെൻഷനുമായി പോകുന്ന ആളുകളെ തടുത്തു നിർത്തിക്കൊണ്ടായിരുന്നു നടത്തിയതെങ്കിൽ ഈ വർഷത്തെ ഈ മണ്ഡല സമ്മേളനം 19ഓളം ആളുകൾ പങ്കെടുത്തുകൊണ്ട് വളരെ ഗംഭീരമായി നടത്തി. അതുപോലെ തന്നെ നമ്മുടെ ഓരോ സമ്മേളനങ്ങൾ നടക്കുമ്പോഴും മണ്ഡല സമ്മേളനങ്ങൾ നടക്കുമ്പോൾ നമുക്ക് തോന്നും ഇതാണ് മെച്ചം, ഇതാണ് മെച്ചം. ഇന്നലെ 2 സമ്മേളനങ്ങൾ നടന്നിരുന്നു. കച്ചപ്പാറ നടന്നു. കച്ചപ്പാറ സമ്മേളനം കണ്ടതിന്റെ ഏറ്റവും നല്ല സമ്മേളനം ഇതായിരുന്നു. അത് കഴിഞ്ഞ് കരിമ്പേ ചെന്നപ്പോൾ നമ്മൾ നിയോജക മണ്ഡല സമ്മേളനം നടത്തുന്ന രീതിയിൽ രജിസ്ട്രേഷനും പാഡും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഫയലടക്കം കൊടുത്തുകൊണ്ട് ഗംഭീരമാക്കി നടത്തിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാ സമ്മേളനങ്ങളും നടത്തുമ്പോൾ ഇതിന്റെ സംഘടനയുടെ മികവാണ് കാണിക്കുന്നത്. ദാമോദരൻ നമ്പീശൻ അധ്യക്ഷനായി. അസീസ് ഭീമനാട്, KG ബാബു, അച്ഛൻ മാത്യു, V. സുകുമാരൻ, മനച്ചിത്തൊടി ഉമ്മർ, A. അസൈനാർ, ഗോപി പൂന്തോട്ടത്തിൽ, A. മുഹമ്മദ് അലി, കൊച്ചുനാരായണൻ, K. ഹംസ തുടങ്ങിയവർ പങ്കെടുത്തു. അമ്പലപ്പാറ പഞ്ചായത്തിലെ 3-4 വാർഡുകളിൽ മത്സരിക്കുന്ന ജനകീയ വികസന സമിതിയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ കടമ്പൂർ BVALP സ്കൂളിൽ വെച്ച് നടന്നു. വികസന പ്രവർത്തനങ്ങൾ വാർഡ് മെമ്പർ A. വിജിത യോഗത്തിൽ വിശദീകരിച്ചു. 3-ാം വാർഡിൽ നിലവിലുള്ള മെമ്പർ വിജിതയെയും 4-ാം വാർഡിൽ മഞ്ജുഷ ടീച്ചറെയും സ്ഥാനാർത്ഥികളായി യോഗം തീരുമാനിച്ചു. നാടൻപാട്ടുകാരിയും കലാകാരിയുമായ TP ശോഭന വിനോദ്, മുഹമ്മദ് മാസ്റ്റർ, KP സ്വാമിനാഥൻ മാസ്റ്റർ, KB രമേശ്, KP സജീവ് കുമാർ എന്നിവർ സംസാരിച്ചു. 301 അംഗ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയും രൂപീകരിച്ചു. മണ്ണാർക്കാട് കുളപ്പാടം കുന്തിപ്പാടം കുഴൽക്കിണർ സ്റ്റോപ്പ് റോഡ് ഇനിയെങ്കിലും നന്നാക്കുമോ? സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ പോകുന്ന റോഡ് ഈ കാലഘട്ടത്തിലും മണ്ണ് റോഡായി തന്നെ അവശേഷിക്കുന്നു. കുന്തിപ്പാടം SVAUP സ്കൂൾ മുതൽ പുല്ലറോഡ് വരെയും സ്കൂൾ മുതൽ കുഴൽക്കിണർ സ്റ്റോപ്പ് വരെയും ഇപ്പോൾ മൺപാതയാണ്. 7 പതിറ്റാണ്ടിലേറെയായി ഈ റോഡ് നിലവിൽ വന്നെങ്കിലും നവീകരണ പ്രവർത്തികളൊന്നും നടത്തിയിട്ടില്ല. മഴ പെയ്താൽ മൺ റോഡ് ചെളിക്കുളമാകും. ഈ റോഡിലൂടെയാണ് കുന്തിപ്പാടം സ്കൂളിലേക്കുള്ള കുട്ടികളും വാഹനങ്ങളും അധ്യാപകരും യാത്ര ചെയ്യുന്നത്. കരിമ്പുഴ പഞ്ചായത്തിലാണ് റോഡ് ഉൾപ്പെടുന്നത്. ത്രിതല പഞ്ചായത്തുകളും MLA, MP എന്നിവരെല്ലാം റോഡിനെ അവഗണിച്ചു. തീർത്തും ഗ്രാമീണ റോഡായതിനാൽ പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പദ്ധതി ഉൾപ്പെടുത്തിയോ സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തിയോ നവീകരിക്കാമായിരുന്നു. എന്നാൽ ബന്ധപ്പെട്ടവരാരും തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് വസ്തുത. 300 കുട്ടികൾ പഠിക്കുന്ന കുന്തിപ്പാടം സ്കൂളിന്റെ ബസ് ഈ മൺറോഡിലൂടെയാണ് പോകുന്നത്. സ്കൂൾ മുതൽ താഴെ പുല്ലറോഡ് വരെയുള്ള ഭാഗവും ഇതുവരെ നവീകരിച്ചിട്ടില്ല.
പ്രദേശത്തുകാരുടെ യാത്രാ ദുരിതത്തിന് എന്ന് പരിഹാരമാകുമെന്നാണ് കുന്തിപ്പാടം SVALP സ്കൂൾ പ്രധാനാധ്യാപകൻ KP സനോജ് കുമാർ ചോദിക്കുന്നത്. ഇതിങ്ങനെ കിടക്കുകയാണ്, അതായത് 70 വർഷം ചുരുങ്ങിയത്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഒരു വീടുകളിൽ തന്നെയല്ല, ഈ 300 മീറ്റർ 400 മീറ്ററുള്ളതിൽ ഇവിടുന്ന് അങ്ങോട്ട് വീടുകളില്ല. ഇത് പിന്നെ നമ്മുടെ പക്ഷെ അദ്ദേഹം തന്നെയാണ് കേട്ടോ. എന്നാൽ ഇത്രയൊക്കെ ആക്കി തന്നതും മൂപ്പർ തന്നെയാണ്. ബ്ലോക്കിന്റെ ഒരു ഫണ്ടാണ് ഇവിടുന്ന് അതുവരേക്ക്. പിന്നെ അതിന്റെ അപ്പുറം എന്റെ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് ജൈവ മാലിന്യ സംസ്കരണ ഉപാധിയായ ബൊക്കാഷി ബക്കറ്റ് വിതരണം ചെയ്ത് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 4,80,805 രൂപ പദ്ധതി വീതത്തിലൂടെ 169 ഗുണഭോക്താക്കൾക്കാണ് ജൈവമാലിന്യ സംസ്കരണ ഉപാധിയായ ബൊക്കാഷി ബക്കറ്റ് വിതരണം ചെയ്ത. വൈസ് പ്രസിഡന്റ് M. സുകുമാരൻ അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. സുമതി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C. ഹരിദാസൻ, വാർഡ് മെമ്പർ ലിനി, VOമാരായ യാസർ അറാഫത്ത്, സനോജ് എന്നിവർ പങ്കെടുത്തു. മറ്റൊരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. ബിസിനസ് പബ്ലിക്കേഷൻസിന്റെ 2025-26 വർഷത്തെ മികച്ച സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റിനുള്ള സഹകരണ ശക്തി പുരസ്കാരത്തിന് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് അർഹനായി. ഈ മാസം 11-ന് പാലക്കാട് നടക്കുന്ന സഹകരണ സെമിനാറിൽ പുരസ്കാരം സമ്മാനിക്കും. തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിച്ചു വരുന്ന ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്കായ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് മെമ്പർമാർക്ക് നൽകി വരുന്ന വിവിധ പദ്ധതികൾക്കുള്ള അംഗീകാരമാണ് ഈ പുരസ്കാരം. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ നിർധനരായ 30 A ക്ലാസ് മെമ്പർമാർക്ക് സൗജന്യമായി വീട് നിർമ്മിച്ചു നൽകി. 70 വയസ്സ് പൂർത്തിയാക്കിയ ബാങ്കിലെ 550ഓളം മെമ്പർമാർക്കും മാരകരോഗം പിടിപെട്ട 26 രോഗികൾക്കും മാസം തോറും 500 രൂപ വീതം ബാങ്ക് പെൻഷൻ നൽകി വരുന്നുണ്ട്. കിഡ്നി രോഗികളായ 30 A ക്ലാസ് മെമ്പർമാർക്ക് മാസം തോറും 2000 രൂപ വീതം പെൻഷൻ നൽകി വരുന്നു. ഇതിനു പുറമെ അംഗങ്ങളുടെ രോഗചികിത്സ, മരണപ്പെട്ട മെമ്പർമാരുടെ ആശ്രിതർക്ക് സാമ്പത്തിക സഹായവും നൽകി വരുന്നു. കൃത്യമായി വായ്പ അടയ്ക്കുന്നവർക്ക് പലിശയുടെ 10% കിഴിവ് ബാങ്ക് നൽകുന്നുണ്ട്. മെമ്പർമാർക്ക് 25% ഡിവിഡൻഡാണ് നൽകി വരുന്നത്. മുനിസിപ്പാലിറ്റിയിലെ അംഗൻവാടികൾ, ഹെൽത്ത് സെൻ്ററുകൾ, സ്കൂളുകൾ എന്നിവിടങ്ങൾക്ക് ആവശ്യമായ വിവിധ സാധന സാമഗ്രികൾ വിതരണം ചെയ്തു. മുനിസിപ്പാലിറ്റിയിലെ നിർധനരായ 1500 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് പരിഗണിച്ചാണ് പച്ചേരി ഫാറൂഖിനെ ഈ വർഷത്തെ മികച്ച സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റിനുള്ള സഹകരണ ശക്തി പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. ഈ മാസം 11-ന് പാലക്കാട് നടക്കുന്ന സഹകരണ സെമിനാറിൽ പുരസ്കാരം സമ്മാനിക്കും. കുലിക്കിലിയാട് ഫാൽക്കൺസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മദർ കെയർ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. പ്ലാക്കുടം AMLP സ്കൂളിൽ വച്ചാണ് ക്യാമ്പ് നടന്നത്. വിവിധ വിഭാഗങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിൽ ആളുകളെ പരിശോധിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് അരുൺ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ T. ഷീജ, പഞ്ചായത്ത് അംഗം M. മോഹനൻ, ശരത് P, അരുൺ കൃഷ്ണൻ, അഖിൽ ദേവ്, അക്ബർ അലി, ഗിരീഷ്, ജംഷീർ, രഞ്ജിത്ത്, ക്ലബ്ബ് രക്ഷാധികാരി PC കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു. ആ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി സഹായകരമായ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമോ ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുക എന്നുള്ളതാണ് ചെറുപ്പക്കാരുടെ കൂട്ടായ്മയായിട്ടുള്ള ഇത്തരം ക്ലബ്ബുകൾ ആദ്യമായി തന്നെ ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോഴും ഞങ്ങൾ 18 പേരും ഒന്നിച്ചെടുത്ത തീരുമാനം എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയിൽ അതോടൊപ്പം വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടത്തി നല്ല ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക, നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തെ കൂടെ നിർത്തുക എന്നുള്ള തീരുമാനമാണ്. ആ തീരുമാനത്തിൻ്റെ ഫലമായി ഗ്രാമപഞ്ചായത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ആരോഗ്യ മേഖലയിൽ നമ്മുടെ ആശുപത്രികളിൽ പുതിയ 2 ആശുപത്രിയിലും ഈവനിങ് OPയും അതുപോലെ തന്നെ 2 പാലിയേറ്റീവ് യൂണിറ്റും അവിടുന്ന് തുടങ്ങി നമ്മുടെ ആശുപത്രിക്ക് പുതിയ ബിൽഡിംഗ് 1,56,00,000 രൂപ ചെലവഴിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി 80% പൂർത്തിയായി. അപ്പോൾ ആശുപത്രി വേണമല്ലോ ആദ്യമായി.
അതോടൊപ്പം തന്നെ ആരോഗ്യ രംഗത്ത് ആളുകൾക്ക് വീൽ ചെയർ കൊടുത്തും ഇന്നലെ ഹിയറിംഗ് എയ്ഡിന്റെ വിതരണം ഗ്രാമപഞ്ചായത്തിൽ രണ്ടാമത്തെ ഘട്ടമായി നടന്നു. നമ്മുടെ പഞ്ചായത്തിൽ കേൾവി ശക്തി ഇല്ലാത്ത ആരും ഉണ്ടാകരുത് എന്ന തീരുമാനത്തിന്റെ ഫലമായിട്ടാണ്. ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ വയോധികന്റെ മൃതദേഹം കണ്ടെത്തി. തോട്ടക്കര ചെരാപ്പറമ്പിൽ വീട്ടിൽ 54-കാരനായ ഷംസുദ്ദീന്റെ മൃതദേഹമാണ് മായന്നൂർ പാലത്തിന് താഴെയായി കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെ പുഴയിൽ കുളിക്കാനെത്തിയവരാണ് മൃതദേഹം ആദ്യം കണ്ടത്. ശരീരത്തിന്റെ മുക്കാൽ ഭാഗവും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം കാണപ്പെട്ടത്. പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി. കരിങ്കല്ലത്താണി ഫാത്തിമ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS വളണ്ടിയർമാർക്കുള്ള ജേഴ്സി വിതരണം ചെയ്തു. കെ പ്രേംകുമാർ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഫൈസൽ പാലോത്ത് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗം PT സഫിയ, സ്കൂൾ സംരക്ഷണ സമിതി ചെയർമാൻ PK സയ്യിദ്, പ്രിൻസിപ്പൽ K പ്രമോദ്, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ PP ധന്യ, അധ്യാപകരായ ഡോക്ടർ R ശ്രീജിത്ത്, PM സ്മിത, KS ഫാത്തിമ, KB സബിത, S ശ്രീജിത്ത്, ബിജീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ നടപടികൾക്ക് പാലക്കാട് ജില്ലയിലും തുടക്കം. BLOമാർ വീടുകളിലെത്തി വിവരശേഖരണം തുടങ്ങി. ജില്ലാതല ഉദ്ഘാടനം കളക്ടർ ദേശീയ അവാർഡ് ജേതാവായ നഞ്ചിയമ്മയ്ക്ക് എന്യൂമറേഷൻ ഫോം നൽകി നിർവഹിച്ചു. മണ്ണാർക്കാട് കുമരമ്പത്തൂർ നെച്ചുള്ളി സ്കൂളിന്റെ കവാടം ഉദ്ഘാടനത്തിനിടെ പ്രതിഷേധം. പൂർത്തിയാക്കാതെയാണ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തതെന്ന് ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി. പ്രതിഷേധത്തിനിടെ ഉദ്ഘാടനം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം. പെരിന്തൽമണ്ണയിൽ സിന്തറ്റിക് ലഹരിവേട്ട. 416 ഗ്രാം MDMAയുമായി കായികാധ്യാപകൻ അറസ്റ്റിൽ. കൂട്ടിലങ്ങാടി സ്വദേശി മുജീബ് റഹ്മാനാണ് പോലീസ് പിടിയിലായത്. 52 ഗ്രാം ഹെറോയിനുമായി അസം സ്വദേശി പെരിന്തൽമണ്ണ എക്സൈസിന്റെ പിടിയിൽ. ഒറ്റപ്പാലം ടൗൺ നവീകരണത്തിന് തുടക്കം. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. 2 കോടി രൂപ ചിലവിലാണ് ടൗൺ പുതുമോടിയാക്കുന്നത്. സാങ്കേതിക കുരുക്കഴിഞ്ഞു. ചെർപ്പളശ്ശേരിയിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാൻ RTA അനുമതി. ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷമാണ് ബസ് സ്റ്റാൻഡിന് അനുമതി ലഭിച്ചത്. പെരിന്തൽമണ്ണ ഉപജില്ലാ കലോത്സവം ആനമങ്ങാട് തുടരുന്നു. നജീബ് കാന്തപുരം MLA കലോത്സവം ഉദ്ഘാടനം ചെയ്തു. വേദികൾ കലാസാന്ദ്രം.